അവിടെ ഇരുന്നോ. നീ എഴുന്നേറ്റില്ലല്ലേ? അവിടെ ഇരുന്നോ. എന്തായി അവൻ പെണ്ണ് കാണാൻ പോയ കാര്യം? അത് പറയാനല്ലേ മാമനെ വിളിപ്പിച്ചത്. അവൻ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാന്ന്. അവനിനി വേറെ പെണ്ണ് നോക്കണ്ട, ഇത് മതിയെന്നാ പറയണത്. അപ്പൊ ഇതിൽ ഉറപ്പിച്ച്? ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണോ? നമുക്ക് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. കുറച്ച് കിലോമീറ്റർ വേണം, എന്നാലേ ഒരു പോക്ക് വരെ വെള്ളം. അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയ വഴക്കിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, ആകെ ബുദ്ധിമുട്ടായി പോകും. എന്താ പെണ്ണിന്റെ പേര്? തലതിരിഞ്ഞ പേരാണല്ലോ. എത്ര വരെ പഠിച്ചോള്? BA. അതും തലതിരിവാ. B കഴിഞ്ഞിട്ടാണ് A വന്നിരിക്കുന്നത്. സാധാരണ A കഴിഞ്ഞിട്ടാണ് B വരേണ്ടത്. എന്റെ മാമ ഈ വീട്ടിലോട്ടല്ലേ വരുന്നത്, അപ്പൊ B കഴിഞ്ഞിട്ട് A വന്നാ അതെന്തോ ആയിക്കോട്ടെ. ഈ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? അമ്മയില്ല, അച്ഛനുണ്ട്. ഇവിടെ ഇപ്പോ അച്ഛനില്ല, അമ്മയുണ്ട്. അപ്പൊ അതും ആ കാര്യത്തിൽ ഒരു പൊരുത്തോയി അല്ലേ? നല്ല കഴിവുള്ള വെച്ചാ ഡാൻസറാണേ. എല്ലായിടത്തും ഉണ്ടടി എന്ത് ക്യാൻസർ. ക്യാൻസർ അല്ല മാമ, ഡാൻസർ, ആട്ടക്കാരി. അഴിഞ്ഞാട്ടക്കാരി ആണല്ലേ? അഴിഞ്ഞാട്ടല്ല, വെറും ആട്ടം. അത് മാത്രല്ല, വേറെയും കഴിവൊക്കെ ഉണ്ട്. ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചാടും. ചാട്ടക്കാരിയാ? നീ കെട്ടിച്ചുകൊണ്ടെന്ന് ഇവിടെ വിട്ട് നിർത്തി അവരില്ലാത്ത സമയത്ത് മുതലേ ചാടുവോ? മാമ ഇത് എന്ത് വർത്താനോ നീ പറയണത്? അല്ല, ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരെങ്ങനെയാ ഈ മോതിരം മാറ്റം ഇനി എന്നാ നടത്താൻ ഉദ്ദേശിക്കണത്? മോതിരം മാറ്റമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ മാമ? ഇപ്പൊ മൊബൈൽ നമ്പർ കൈമാറിയിട്ടുണ്ട് അവര്. കല്യാണം നിശ്ചയിച്ചാ മതി. വിളിയൊക്കെ തുടങ്ങിയാന്നാ? ഇന്നലെ 3 പ്രാവശ്യം പെണ്ണ് ഇങ്ങോട്ട് വിളിച്ച്. പിന്നെ നേരം വെളുക്കോളം ഉറക്കം നിന്ന് ചെറുക്കൻ അങ്ങോട്ട് വിളിയായിരുന്നു. വിളിയോട് വിളിയാ. അവന്റെ ഉറക്കം പോയി, അവക്കടെ ഉറക്കവും പോയി. അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങൾ. നിശ്ചയം എന്തായാലും എന്നെ അറിയിച്ചില്ല. പക്ഷെ എന്നാലും ഞാൻ നാണം കെട്ട് വന്നു. പക്ഷെ അതിനു മുമ്പ് അവര് മടങ്ങി പോവുകയും ചെയ്തു. അവരെന്തോ കൊടുക്കും വാങ്ങും പെണ്ണിന്റെ പേരിൽ. അത് പറയാനാണ് മാമനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. മാമൻ പോയാലേ ആ കാര്യം ശരിയാകുള്ളൂ. കാര്യം ഈ പെണ്ണിന് എന്ത് കൊടുക്കും, എന്തൊക്കെ എഴുതി വെക്കും, ഇതൊക്കെ ഒന്ന് തീരുമാനാക്കണമല്ല. മാമൻ പോയിട്ട് ന്യൂട്രലായിട്ട് അതൊന്നും അറിയണം. കാര്യം ഈ തന്തയ്ക്ക് എന്തെങ്കിലും വന്ന് ചത്തുപോയാ പിന്നെ ഇതിന്റെ പുറകെയൊക്കെ ഓടാൻ നമുക്ക് മേല. അതുകൊണ്ടാണ് മാമൻ, അതുകൊണ്ട് അയാളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉള്ളത് എന്താന്ന് വെച്ചാ എഴുതി മേടിക്കുക, സ്വർണ്ണായിട്ടോ കാശായിട്ടോ അത് മാമനൊന്ന് സെറ്റിൽ ചെയ്ത് തരണം. അതിനാ മാമനോട് വരാൻ പറഞ്ഞത്. അവനെന്താ പണിക്ക് പോയാ? ചെറുക്കൻ അപ്പുറത്തെങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. കല്യാണത്തിന് ഒരാഴ്ചയെങ്കിലും പണിക്ക് പോകാൻ പറ. പിന്നെ പോയില്ലേലും ആൾക്കാരെ ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ? മൊബൈലിരുന്നുള്ള കളിയാ. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പെണ്ണിന്റെ അച്ഛനെ കാണണം. കണ്ടിട്ട് ഇതൊന്ന് ഉറപ്പിക്കണേന് കൂടെ ഞാൻ പറഞ്ഞ കാര്യം കൂടെ. അതൊക്കെ ഞാൻ ഏറ്റി. ഞാൻ പോയാ അത് ഉറപ്പിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പൊ വണ്ടിക്കാശ് എടുത്ത് വന്നേക്കും. എന്നാ ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ട് വരാം. അത് ടാക്സിക്ക് പോണോ ഓട്ടോറിക്ഷക്ക് പോണോന്ന് നീ തന്നെ തീരുമാനിക്കുക. ഏതാ സ്റ്റാൻഡേർഡ് എന്ന്. ബസ്സായാലും ഏറ്റവും ബസ്സെങ്കിൽ ബസ്. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. അയ്യോ, ഞാൻ അമ്മാവൻ വന്ന അറിഞ്ഞില്ല കേട്ടാ. അമ്മാവൻ ഞാനങ്ങനെ ഒരു വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ വീടും കൂട്ടി. അപ്പോഴാണ് അവിടുന്ന് വിളിച്ച് പറഞ്ഞത് അമ്മാവൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അമ്മാവനുമായിട്ടൊന്ന് കാര്യങ്ങൾ സംസാരിക്കും. പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. എന്നെ ഇവർ അറിയിക്കാതെയാണ് നടത്തിയത്. സാധാരണ ഞാൻ ചെല്ലുമ്പോഴാണ് എല്ലാം നടക്കാറ്. അന്ന് ഇത് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിച്ചു പറയണത്. അത് ശരിയാ. ചെറുക്കൻ്റെ ഒരു നിർബന്ധം, മാമൻ ഒന്ന് പോയി കാണണം, പൈൻ്റെ അച്ഛനോട് സംസാരിക്കണം. മാമനാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആൾ. തന്തയില്ലാതെ വളർന്നാണല്ല. ഇവിടെ തള്ളയില്ല, അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമല്ലോ. ആ കാര്യത്തിൽ പൊരുത്തമുണ്ട്. പിന്നെ ജാതകത്തിന്റെ കാര്യത്തിൽ ഇനി പൊരുത്തം ഇല്ലേലും മനപ്പൊരുത്തമാണ് ഏറ്റവും വലുതെന്നാണ് അവരുടെ ഒരു തീരുമാനം. അത് വേണം. അപ്പൊ എന്റെ മോളാണെങ്കിലും ഞാൻ പുന്നാരിപ്പിച്ച് ലാളിച്ച് വളർത്തിയതാണ്. ഒറ്റ മോളേ ഉള്ളു. BA വരെ പഠിപ്പിച്ചു. LLBക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. BA തോറ്റുപോയി. പിന്നെ നമ്മൾ വിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇതേ വാശിക്കാരനായിരുന്നവൻ. അവൻ LLBക്ക് പോകണം, വക്കീലാകണം, അതുപോലെ തന്നെ MBBS എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു ഇറങ്ങുന്നതാ. ഞാൻ പറഞ്ഞു നീ ആദ്യം 10ാം ക്ലാസ് പാസ്സാ, എന്നാലല്ലേ ഇതിനൊക്കെ പോകാൻ പറ്റും. അതെ. എന്നാലും എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കം ഒന്ന് പെണ്ണുണ്ടെന്ന് രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവര് ഫോൺ വിളി, അങ്ങോട്ടും ഇങ്ങോട്ടും വിളി, പിന്നെ പാർക്കിൽ കൊണ്ടുപോകണമെന്നോ ബീച്ച് പോയിട്ടുണ്ടെന്നോ എന്നോട് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ ജനറേഷൻ ആണ്. പിന്നെ അതൊക്കെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. പണ്ട് ഞാൻ എന്തായിരുന്നു കല്യാണം കഴിഞ്ഞ് 3ാം മാസത്തോട് വേണ്ടിന്റെ മുഖത്തൊന്ന് നോക്കണം. അത് പണ്ടത്തെ കാലം. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആദ്യം മുഖത്ത് നോക്കുള്ളൂ. എല്ലാരും പല വഴിക്ക് കിടക്കുന്ന പിള്ളേരല്ലേ. അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അവര് പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, ഫോൺ വിളിക്കുക, ഇപ്പൊ കാണിക്കണ ഈ സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് അമ്മാവനൊരു കാര്യം ചെയ്യും. കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പെണ്ണിനോട് ഈ സ്നേഹം ഉണ്ടാകണം എന്ന് പറയണം. കല്യാണം കഴിഞ്ഞാൽ ഈ സ്നേഹത്തിന് ഒരു കുറവും ഇല്ല. അത് അമ്മാവൻ വാക്ക് തരിക. കാരണം എന്താണെന്നറിയോ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളോടാണ് അവന് കൂടുതൽ സ്നേഹം.